സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരുടെ സത്യപ്രതിജ്ഞ ഇന്നാണ്. ത്രിതല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞ. കോർപ്പറേഷൻ കൗൺസിലർമാർ 11:30-ക്കാണ് സത്യപ്രതിജ്ഞ ചെയ്യുക. മേയർ, മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് 26-ാം തീയതിയാണ്. 27-നാണ് ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിരുന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചു. ഉമേഷ് ബാലകൃഷ്ണൻ, വിപിൻ സി വിജയൻ, ദീപക് ധർമ്മടം എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങൾ ചേരുന്നു. ആദ്യം ഉമേഷിലേക്കാണ്. ഉമേഷ്, എപ്പോഴാണ് ആ റീജിയണിൽ ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്യുക? ഓരോ സ്ഥലങ്ങളും അത് ആഘോഷമാക്കി മാറ്റുന്നുണ്ടോ? ക്രമീകരണങ്ങൾ പൂർത്തിയാണോ? ഗുഡ് മോർണിംഗ് ഉമേഷ്. ഗുഡ് മോർണിംഗ് കശ്മീർ, ഗുഡ് മോർണിംഗ് സ്മിത. എന്തായാലും ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാണ്. BJP ആദ്യമായി വലിയ ഒറ്റകക്ഷിയായ തിരുവനന്തപുരം നഗരസഭയിൽ അവർ ആഘോഷപൂർവ്വം തന്നെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ അത് ആഘോഷമാക്കുകയാണ്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് BJPയിലെ തിരഞ്ഞെടുക്കപ്പെട്ട 50 കൗൺസിലർമാരും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴുത ശേഷമാണ് സത്യപ്രതിജ്ഞയ്ക്ക് പോകുന്നത്. ഇവിടെ നിന്ന് നേരെ രക്തസാക്ഷി മണ്ഡപത്തിലേക്ക്, അവിടെ നിന്ന് കാൽനടയായിട്ട് സംസ്ഥാന നേതാക്കളുടെ കൂടി അകമ്പടിയോടുകൂടി, അതായത് സംസ്ഥാന പ്രസിഡന്റ് രാജു ചന്ദ്രശേഖർ അടക്കമുള്ളവർ ഈ സത്യപ്രതിജ്ഞ ചെയ്യാനെത്തുന്ന 50 BJP കൗൺസിലർമാർക്കൊപ്പം നടന്ന് പാളയത്ത് നിന്ന് ഒപ്പം നഗരസഭയിലെത്തും. അവിടുന്ന് 11:30-ക്കാണ് ചടങ്ങ്. 11:30-ക്ക് മുതിർന്ന അംഗത്തിന് ജില്ലാ കളക്ടർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മുതിർന്ന അംഗം നന്ദൻകോട് നിന്ന് വിജയിച്ച ക്ലീറ്റസ് ആണ്. ക്ലീറ്റസ് UDF സ്ഥാനാർത്ഥിയായിട്ടാണ് വിജയിച്ചത്. ക്ലീറ്റസ് ആണ് ബാക്കി 99 പേർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. എന്തായാലും ഒരു 101 മണ്ഡലങ്ങളുണ്ടെങ്കിലും ഒരു 100 പേർ മാത്രമേ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളൂ. ഒരിടത്ത് തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരുന്നു. അതുകൊണ്ടാണ് 100 പേരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് ഇന്ന് നടക്കുന്നത്. എന്തായാലും BJP മേയർ വരുമെന്ന് തന്നെയാണ് ഇപ്പോഴും കരുതുന്നത്. മറ്റൊരു അട്ടിമറിക്കാനും സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ BJPയുടെ മേയർ സ്ഥാനാർത്ഥിയുമായുള്ള ചർച്ചകൾ ഇന്ന് ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നടക്കും. അതിനുവേണ്ടി സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവർ തിരുവനന്തപുരത്തുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ 10 മണിക്ക് ആരംഭിക്കും. സ്മിത. ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മധ്യകേരളത്തിൽ നിന്ന് വിപിൻ സി വിജയൻ കൂടി ചേരുന്നുണ്ട്. വിപിൻ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോ എത്ര പേരാണ് സത്യപ്രതിജ്ഞ ചെയ്യുക? മൊത്തത്തിലൊരു വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? എത്ര മണിക്കാണ് എന്നുള്ള വിവരങ്ങൾ പറയൂ. ഇപ്പോഴും കൊച്ചി മേയറായിട്ടില്ല വിപിൻ. അതെ. അതെ, ഗുഡ് മോർണിംഗ് ആഷ്മി, സ്മിത. ഇന്നിപ്പോൾ 11 മണിക്കാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകളുള്ളത്. കോർപ്പറേഷനിൽ അതിനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. പുതിയ കൗൺസിൽ ഹാളിൽ വെച്ചിട്ടായിരിക്കും ഇപ്രാവശ്യം ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് കടക്കുക. ആധികാരികമായിട്ടുള്ള വിജയമാണ്. ആധികാരിക വിജയമാണ് UDF സ്വന്തമാക്കിയതെന്നാണ് വിപിൻ പറഞ്ഞതെന്ന് തോന്നുന്നു. അത് എന്താണ് ഈ പറയുന്ന അവിടെ ചെറിയൊരു ഓഡിയോ പ്രശ്നമുണ്ടായി. കൊച്ചിയിൽ മേയർ ആര് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തർക്കം തുടരുകയാണ്. ദീപ്തി മേരി വർഗീസിന്റെ പേരിലേക്ക് തന്നെ സീറോയും ചെയ്യുന്നുണ്ട്. അതോ വിപിൻ പറയൂ. യെസ് ആഷ്മി, അപ്പോൾ UDF 47 സീറ്റ് നേടിയിരിക്കുന്നു. LDF 22 സീറ്റാണ്. അതിൽ NDA 6 സീറ്റുകളും നേടിയിരിക്കുന്നു. അങ്ങനെ സത്യപ്രതിജ്ഞയിലേക്ക് വളരെ കോൺഫിഡൻസോട് കൂടി തന്നെയാണ് UDF ഇന്ന് കടക്കുന്നത്. കോർപ്പറേഷനിൽ ഇനിയിപ്പോൾ മേയർ ആരായിരിക്കും എന്നുള്ളതാണ് ചർച്ച. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അതൊരു ടേം വ്യവസ്ഥയിലേക്ക് മാറും എന്നുള്ളതാണ് അറിയുന്നത്. ഇത് ദീപ്തി മേരി വർഗീസ്, മിനിമോൾ എന്നുള്ള 2 പേരുകളിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ലത്തീൻ സമുദായത്തിൻ്റെ അംഗം വേണമെന്നുള്ളൊരു ആവശ്യം, അത്തരമൊരു ആവശ്യം അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ മേയർ ചർച്ചകൾ ഒരു ഭാഗത്ത് സജീവമായി നടക്കുമ്പോൾ തന്നെയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്ക് എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും പൂർത്തിയായി അതിലേക്ക് കടക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് ഒപ്പം തന്നെ 13 മുനിസിപ്പാലിറ്റികളിലേക്കും ഇന്ന് സത്യപ്രതിജ്ഞ ചടങ്ങാക്കി അതിൻ്റെ വിജയിച്ചവരെല്ലാം തന്നെ ആധികാരികമായി ആ ഒരു സ്ഥാനം ഏറ്റെടുക്കുകയാണ്. ആഷ്മി, സ്മിത. ദീപക് ധർമ്മടം കൂടി ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. ഈ നിലവിലുള്ള ഭരണസമിതിയുടെ കാലാവധി ഇന്നലെ കഴിഞ്ഞാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ടും ഇന്ന് സത്യപ്രതിജ്ഞ വരുന്നത്. ഇന്ന് തന്നെ ആദ്യ യോഗം ചേരുന്നു. അപ്പോൾ ഇനി പ്രിയപ്പെട്ടവർ, ജനപ്രതിനിധികൾ തിരക്കിട്ട അവരുടെ ഭരണജീവിതത്തിലേക്ക് കടക്കുകയാണ് അല്പസമയത്തിനകം. ദീപക്. ഹാഷ്മി, സ്മിത, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞ പോലെയാണ്. ഈ പ്രഭാകരൻ കോട്ടപ്പള്ളിയെയും അതുപോലെ തന്നെ ഈ നാട്ടിൻപുറത്തെ രാഷ്ട്രീയത്തിലെ പല മുഹൂർത്തങ്ങളും ശ്രീനിവാസിൻ്റെ മരണത്തോടെ വീണ്ടും ഓർത്തെടുക്കുന്നൊരവസ്ഥയാണ്. ആ വേദനയോടെ ആണെങ്കിലും അല്പം ചിരിയോടെ ഇതെല്ലാം ഓർത്തെടുക്കുന്ന സമയത്താണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സത്യപ്രതിജ്ഞ നടക്കുന്നത് എന്നുള്ളതാണ് ഏറെ രസകരമായ കാര്യം. അതായത് ഒരു ഭാഗത്ത് മരണം നടന്നു, ആ മരണത്തിന് തുടർന്ന് കുറേ കഥാപാത്രങ്ങൾ മനസ്സിലോടിയെത്തുകയാണ്. അത് KRP ആയാലും പ്രഭാകരൻ കോട്ടപ്പള്ളി ആയാലും നാരിയൽ കെ പാനി ആയാലും ഒക്കെ രാഷ്ട്രീയത്തിലെ നിരവധി മുഹൂർത്തങ്ങൾ ഓർത്തുകൊണ്ടാണ് മലയാളികൾ ഇന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സത്യപ്രതിജ്ഞ കാണാൻ പോകുന്നത് എന്നുള്ളതാണ്. മലബാറിൽ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിൽ ഭരണമാറ്റമില്ല. വലിയ തോതിലുള്ള തിരിച്ചടി ഇടതുമുന്നണിക്ക് ഉണ്ടായിട്ടുണ്ട്. സദാശിവനാണ്
സത്യപ്രതിജ്ഞ ചെയ്യുന്ന മേയർ സത്യപ്രതിജ്ഞ ഇന്നല്ല, ഇന്ന് കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ മാത്രമാണ്. 10 മണിയോടുകൂടിയാണ് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും സത്യപ്രതിജ്ഞ നടക്കുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തുകളുടെ സത്യപ്രതിജ്ഞയും ക്രമീകരിച്ചിട്ടുണ്ട്. മലബാറിലെ എല്ലാ ജില്ലകളിലും പാലക്കാട് മാത്രമാണ് ചെറിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാ സ്ഥലത്തും ഏറെക്കുറെ ഈ ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ വലിയ തർക്കമില്ലാതെ പോകുന്ന സാഹചര്യമാണ്. പാലക്കാട് BJPയുടെ ഭരണം തന്നെ നിലനിർത്താനാകും എന്നുള്ള കണക്കൂട്ടലിലാണ് അവർ ഉള്ളത്. കാരണം CPM-ഉം UDF-ഉം തമ്മിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അനുരഞ്ജന സാധ്യതയില്ല എന്നുള്ളത് തെളിഞ്ഞോടുകൂടി BJP തന്നെ, അപ്പോൾ BJPയിൽ ആര് എന്നുള്ളത് മാത്രമാണ് ഈ മേയർ സ്ഥാനാർത്ഥി, അതായത് അവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനാർത്ഥി ആരാവണം എന്നുള്ളതിൽ മാത്രമാണ് ഇനി തീരുമാനമാകേണ്ടതുള്ളൂ. നാളെ BJPയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം കണ്ണൂരിൽ ചേരുന്നുണ്ട്. അതിലായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അധ്യക്ഷന്മാരുടെ കാര്യത്തിലും തീരുമാനമെടുക്കുക എന്നുള്ളതാണ് അറിയുന്നത്. ഹാഷ്മി. ദീപക് ധർമ്മടം, വിപിൻ സി വിജയനും ഉമേഷ് ബാലകൃഷ്ണനുമാണ് 3 റീജിയനുകളിലെ സത്യപ്രതിജ്ഞയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ അല്പസമയത്തിനകം ആ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ തുടങ്ങാൻ പോകുന്നുണ്ട്. എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കും. ഇന്നു മുതൽ അവരവരുടെ തിരക്കിട്ട അവിടെ ഇവിടെ തർക്കങ്ങൾ, ആര് മേയർ എന്ന കാര്യത്തിൽ ചില തർക്കങ്ങളൊക്കെ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇന്നവരവരുടെ വളരെ തിരക്കിട്ട, എന്ന് പറഞ്ഞാൽ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കാണ് ഏറ്റവും അധികം തിരക്ക്. പാവങ്ങൾ രാവിലെ ഇറങ്ങും, രാത്രി വരെ ഉണ്ടാകും, പിറ്റേ ദിവസം രാവിലെ ഉണ്ടാകും. ഓഫില്ലാതെ പ്രവർത്തിക്കുന്ന കഠിനാധ്വാനമാണ്, കഷ്ടപ്പെടുകയാണ്. അത് ബഹുഭൂരിപക്ഷം ആളുകൾ 99% ആൾക്കാർ ഡയപ്പോൾ ഉണ്ടാവില്ല. ചെറിയ ശതമാനം ഉണ്ടാവുള്ളൂ. എല്ലാവരും കഷ്ടപ്പെടുന്ന, കൂടുതൽ പേരും കഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ എല്ലാവർക്കും അവരുടെ ഭാവുകങ്ങൾ, അഭിനന്ദനങ്ങൾ, ആശംസകൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.